സംസ്ഥാനത്ത് കൊടും കുറ്റവാളികൾ ഉൾപ്പെടെ ജയിൽ ചാടുന്ന സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ജയിൽ സുരക്ഷാ പദ്ധതികളുമായി ആഭ്യന്തര വകുപ്പ്. ജയിലുകളിലെ സുരക്ഷ ശക്തമാക്കുന്നത് ഉൾപ്പെടെയുള്ള നവീകരണ പ്രവർത്തനങ്ങൾക്ക് സർക്കാർ 31 കോടിയുടെ ഭരണാനുമതി നൽകി. സൗമ്യ കൊലക്കേസ് പ്രതി ഗോവിന്ദചാമി കണ്ണൂർ സെൻട്രൽ ജയിൽ ചാടിയ സംഭവത്തിന് പിന്നാലെ ജയിൽ മേധാവി ബൽറാം കുമാർ ഉപാധ്യായ നൽകിയ ശുപാർശ അംഗീകരിച്ചാണ് സർക്കാരിന്റെ ഉത്തരവ്. അതീവ സുരക്ഷാ ജയിലെന്ന സർക്കാരിൻ്റെ അവകാശവാദങ്ങളെല്ലാം കാറ്റിൽ പറത്തിയാണ് ഇക്കഴിഞ്ഞ ജൂലൈയിൽ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് കൊടും കുറ്റവാളി ഗോവിന്ദചാമി പുറത്തുചാടിയത്. സമീപത്ത് നിന്ന് മണിക്കൂറുകൾക്കുള്ളിൽ ഇയാളെ കണ്ടെത്താനായെങ്കിലും കേരളത്തിലെ ജയിലുകളിലെ സുരക്ഷ ചോദ്യചിഹ്നത്തിലായി. സൗമ്യ കൊലക്കേസ് പ്രതി ഗോവിന്ദചാമി കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ചാടിയ സംഭവത്തിന് പിന്നാലെയാണ് ജയിലുകളിലെ സുരക്ഷ ശക്തമാക്കുന്നതിന് ജയിൽ മേധാവി ബൽറാം കുമാർ ഉപാധ്യായ സർക്കാരിന് വിശദമായ ശുപാർശ നൽകിയത്. ജയിലുകൾ സന്ദർശിച്ചു വിലയിരുത്തിയതിനു ശേഷമാണ് ജയിൽ മേധാവി വിശദമായ ശുപാർശ തയ്യാറാക്കിയത്. ജയിൽ മേധാവിയുടെ ശുപാർശ അംഗീകരിച്ച സർക്കാർ ജയിൽ നവീകരണത്തിന് 39 കോടി 89 ലക്ഷം രൂപ അനുവദിച്ചു. സംസ്ഥാനത്തെ അതീവ സുരക്ഷാ ജയിലുകളുടെയും വനിതാ ജയിലുകളുടെയും സുരക്ഷ ശക്തമാക്കും. 20 കോടി രൂപ ജയിലുകളുടെ നവീകരണത്തിനും 19 കോടി 89 ലക്ഷം രൂപ തടവുകാരുടെ ക്ഷേമത്തിനുമാണ് നീക്കിവച്ചിരിക്കുന്നത്. ജയിലുകളിലെ നിരീക്ഷണ ക്യാമറ സംവിധാനങ്ങളുടെ വാർഷിക പരിപാലനത്തിനായി 1.3 കോടി വകയിരുത്തി. ജയിലുകളിൽ ജനറേറ്ററുകൾ സ്ഥാപിക്കാൻ 34.68 ലക്ഷം രൂപയും നീക്കിവെച്ചു. നവീകരിക്കുന്ന ജയിലുകളും പ്രവൃത്തിയും ഇങ്ങനെ: വിയ്യൂർ അതീവ സുരക്ഷാ ജയിലിൽ ചുറ്റുമതിൽ നിർമ്മിക്കും. തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ പ്രധാന സുരക്ഷാ മതിലിന്റെ അറ്റകുറ്റപ്പണി പൂർത്തിയാക്കും. തിരുവനന്തപുരം വനിതാ ജയിലിൽ ചുറ്റുമതിലിന്റെ അറ്റകുറ്റപ്പണി നടത്തും. തിരുവനന്തപുരം സ്പെഷ്യൽ സബ് ജയിലിൽ ചുറ്റുമതിലിന്റെ അടിത്തട്ട് ബലപ്പെടുത്തും. തിരുവനന്തപുരം സെൻട്രൽ പ്രിസൺ ആൻഡ് കറക്ഷൻ ഹോമിൽ പുറം ചുറ്റുമതിലിന്റെ പുനർനിർമ്മാണം പൂർത്തിയാക്കും. തവനൂർ സെൻട്രൽ ജയിൽ ആൻഡ് കറക്ഷണൽ ഹോമിൽ മതിൽ പുനർനിർമ്മിക്കും. പീരുമേട് സബ് ജയിലിൽ പുതിയ ബ്ലോക്ക് നിർമ്മിക്കും. തിരുവനന്തപുരം വനിതാ തുറന്ന ജയിലിലെ കെട്ടിടത്തിന്റെ നവീകരണ പ്രവൃത്തി പൂർത്തിയാക്കും. എറണാകുളം ജില്ലാ ജയിലിലെ ചുറ്റുമതിൽ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കും. കഴിഞ്ഞ 3 വർഷത്തിനിടെ വനിതാ തടവുകാർ ഉൾപ്പെടെ 30 പേർ ജയിൽ ചാടിയെന്നാണ് റിപ്പോർട്ട്. അതിൽ 12 പേർ ഇപ്പോഴും കാണാമറയത്താണ്. തടവു ചാടിയവരെ കണ്ടെത്തുകയും വേണം. അകത്തുള്ളവർ പുറത്തു ചാടാതെ കാക്കുകയും വേണം ജയിൽ വകുപ്പിന്. അലക്സ് റാം മുഹമ്മദ്, 24, തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.